മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അവരെ കൂട്ടാനായിട്ട് പോയതാണ്. പൊന്നൂസ് ഉണ്ട് കേട്ടോ. പൊന്നൂസാണ് ഇത് വീഡിയോ എടുക്കണത്. ഇത് നമ്മുടെ ഏഞ്ചലാണ് കേട്ടോ. അപ്പോൾ ഏഞ്ചൽ ടീച്ചറുടെ ഫോട്ടോയും കൂടി പൊന്നൂസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് മക്കൾ സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ മക്കളിത് സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അവരിത് സ്കൂൾ വിട്ട് വന്ന് അവരുടെ ഡെയിലി റൊട്ടീൻ ചെയ്യാണ് കേട്ടോ. പ്ലേറ്റും വെള്ളം കുപ്പിയും ടൗലും ഒക്കെ അത് അവരെടുത്ത് വയ്ക്കാറുണ്ട്. അതങ്ങനെ തുടക്കം തൊട്ട് പറഞ്ഞ് ശീലിപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായിട്ട് പോകാറുണ്ട്. അപ്പോൾ മുത്തൂസ് എടുത്ത് പുറത്ത് വയ്ക്കാറാണ് പതിവ്. ചേട്ടനാണ് അത് എടുത്ത് കൊണ്ടുപോകാറ്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കണ കാരണം അവൾ തന്നെ അത് എടുത്ത് കൊണ്ടുപോകാണ് കേട്ടോ. ചേച്ചി ഒന്ന് സഹായിക്കാമെന്ന് കരുതി കഴിഞ്ഞപ്പോൾ അവൾ ചേച്ചീനെ തട്ടി മാറ്റി അവൾ തന്നെ അതെടുത്ത് കൊണ്ടുപോകണമെന്ന് നിർബന്ധത്തിൽ ഇതേ പോക്കാണ് കേട്ടോ അത്. ഇനി ഇത് ഓരോരുത്തർ പോയി കുളിച്ചിട്ട് വരും കേട്ടോ. അപ്പം മുത്തൂസിനെ ഞാൻ തന്നെയാണ് കുളിപ്പിക്കാറ്. അപ്പോൾ കുളിയും ചായയോടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങി. വേറെ ഒന്നുമല്ല, കളിക്കാനാണ് കേട്ടോ. ട്യൂഷനും ഒന്നിനും പോകാത്തതുകൊണ്ട് തന്നെ അവർക്ക് കുറേ സമയം കിട്ടും. അപ്പോൾ കുറച്ച് നേരം കളിക്കാനായിട്ട് വിടും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാനായിട്ട് ഇരുത്. അപ്പോൾ ഊഞ്ഞാലാട്ടമാണ് കേട്ടോ അവിടെ. വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് നേരത്തെ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ ഇത്ര സ്പീഡിൽ ഉണ്ണി ആടുന്നത്. ഇവിടുത്തെ ചെണ്ട കൊട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഉണ്ണീനെ ഇറക്കി വിട്ടിട്ട് അടുത്തത് പൊന്നൂസിൻ്റെ ഊഞ്ഞാലാണ്. എന്തോ വാശി പിടിക്കാതെ സമ്മതിച്ചു ആൾ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അടുത്തത് പൊന്നൂസിൻ്റെ ഊഞ്ഞാലായിട്ടാണ് കേട്ടോ. കൊക്കോൻ്റെ മരത്തിൻ്റെ കൊമ്പിലാണ് കേട്ടോ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. വലിയ ബലമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറേ നേരം ഒന്നും ആടില്ല. അപ്പോൾ അത് അടുത്തത് പൊന്നൂട്ടുണ്ട്. അവൻ്റെ ഒരു ആട്ടം ഒരു സാഹസികമായ ആട്ടമാണ്. സാധാരണ രീതിയിലൊന്നും അവൻ ഊഞ്ഞാലാടില്ല കേട്ടോ. ഒരു പ്രത്യേകതരം ഊഞ്ഞാലാട്ടം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. വേണ്ട, ഇതാണ് അവൻ്റെ ഊഞ്ഞാലാട്ടം. ഇപ്പം ഞാൻ പറയുന്നുണ്ട് കേട്ടോ, തലയും കുത്തി താഴെ വീഴും, സൂക്ഷിച്ചടിക്കൊള്ളുന്നു. എന്നാൽ ആളിങ്ങനെയൊക്കെ ആടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അടുത്ത കളിക്കുള്ള പരിപാടി ഇതവിടെ കള്ളി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ ഇത് എങ്ങനെ ഊഞ്ഞാലാടുന്നു. അപ്പം അങ്ങനെ ആ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞത് ചെണ്ട കൊട്ടാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. തകൃതിയായിട്ടുള്ള ചെണ്ടകൊട്ടാണ് കേട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ ചെറിയൊരു താളം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സൗണ്ട് കട്ട് ചെയ്തില്ല. റിയൽ സൗണ്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ചെറിയ ചെറിയ ഹോബികളൊക്കെ. അപ്പോൾ അങ്ങനെ ചെണ്ട കൊട്ട് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആൾ ചെണ്ട കൊട്ടാനും പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പാട്ട് കച്ചേരിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവർ സ്കൂൾ വിട്ട് വന്നാൽ വലിയ വീട്ടിലിരിക്കുന്ന ദിവസം ഈ ഭാഗത്ത് ഭയങ്കര അനക്കം തന്നെയുണ്ട്. ഇവർ ഒച്ചയും ബഹളവും വഴക്കും ഒക്കെ കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതെന്തോ ഞൊണ്ടിക്കളിയോ അങ്ങനെ എന്തോ കളിയുടെ പേരൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാ കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് 100 തല്ലുകൂട്ടമൊക്കെ കഴിയും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കളിയൊക്കെ മതിയാക്കി പഠിക്കാനിരിക്കുന്നു. പറഞ്ഞത് കേട്ടില്ല. അതാ മുത്തൂസ് ഇതേ പഠിക്കാനിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ പഠിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ താഴെയാണ് ഇരിക്കുക. താഴെയൊന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കാനൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കാൻ ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം പൊന്നൂസിനെ കൊണ്ട് മലയാളം വായിപ്പിക്കുകയാണ്. അതാണ് അവളോട് നീങ്ങിയിരുന്ന് ഇങ്ങനെ ഓരോന്ന് വായിക്കണത് കേട്ടോ. അതിന് പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വായിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാനിരിക്കും. എന്നിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ എണീറ്റ് പോകും. പിന്നെ അവർ തന്നെ ഇരുന്ന് പഠിക്കും. പിന്നെ അവർ ഓരോ സംശയങ്ങളും ചോദിച്ചു വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പഠനം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ചേട്ടനും ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.